നമസ്കാരം. നമ്മളുടെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ചീഫ്, അതിൻ്റെ സർസംഘചാലക് ശ്രീ മോഹൻ ഭാഗവത്, അതേ അമേരിക്കയില ഇപ്പോൾ സന്ദർശനത്തിന് പോയിരിക്കുകയാണ്. നമ്മളൊക്കെയും പോകാറുണ്ട് വല്ലപ്പോഴൊക്കെ. അവിടെ പോകും, അവിടെ ചുറ്റിയടിക്കും, ചിലപ്പോൾ പാക്കേജായിട്ടും പോവുക. അതവിടെ ഓഫീഷ്യൽസ് മാത്രമേ അറിയുള്ളൂ, മറ്റേ ഈ ഭരണാധിപന്മാരൊന്നും അറിയില്ല. പോയി കണ്ട് നമ്മൾ തിരിച്ചു വരും, അതൊരു കാര്യമില്ല. പക്ഷേ മോഹൻ ഭാഗവതിനെ പോലൊരാൾ അമേരിക്ക നമ്മൾ കാണാൻ പോകുന്ന പോലെ പോകുന്നതാണോ വിചാരിച്ചത്? അതിൻ്റെ പുറകിലേക്ക് വലിയ അജണ്ടകൾ ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. അത് ഡൊണാൾഡ് ട്രംപിനെ തൊടുന്നത് വരെയുള്ള പല അജണ്ടകളും അതിൻ്റെ പുറകിലുണ്ടാകും. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അങ്ങേയറ്റത്ത് ഉള്ള പാർലമെൻറ്റ്, അതിൻ്റെ മേലെ ഇരിക്കുന്ന ആളാണ്. പക്ഷേ ഒരർത്ഥത്തിൽ അതുക്കും മേലെയാണ് മോഹൻ ഭാഗവതിൻ്റെ സ്ഥാനം. പറയുമ്പോൾ പറയുകയാണ്, ഒരു പക്ഷേ ഇലക്ഷന് BJPക്ക് അധികാരത്തിൽ വരാൻ പറ്റിയില്ലെങ്കിൽ പ്രധാനമന്ത്രി വേറെ വല്ല ആൾക്കാരാകും. അതിൽ ഈ BJP അധികാരത്തിൽ വരികയാണെങ്കിലും മോഡിജി പ്രധാനമന്ത്രി ആവണമെന്നില്ല. ആ സ്ഥാനം 5 വർഷത്തേക്കേ ഉള്ളൂ. 5 വർഷം കഴിഞ്ഞാൽ പിന്നെ നരേന്ദ്രമോദി ആകുമോ ആവില്ലെന്ന് അറിയില്ല. പക്ഷേ RSS സർസംഘചാലകൻ്റെ സ്ഥിതി അതല്ല. ഇനി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കുന്നത് വരെയോ, അദ്ദേഹമായിട്ട് സ്വയം ചില കാരണങ്ങളാൽ ഒഴിഞ്ഞു പോകുന്നത് വരെയോ, അല്ലെങ്കിൽ അദ്ദേഹം ഭരിക്കുന്നത് വരെയോ ചീഫ് തന്നെയാണ്, സർസംഘചാലക് തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ മേലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം. അങ്ങനെ RSS ചീഫ് സർസംഘചാലകിൻ്റെ ശരീരത്തിലുള്ള കാണുന്നുണ്ടോ? അത് പറിച്ചെടുക്കാനൊന്നും അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ അടുത്തുണ്ട്. അവിടുത്തെ മുസ്ലിം ലീഗ്, ന്യൂയോർക്ക് മുസ്ലിം ലീഗ് എന്നല്ല, അവന് തന്നെ സാധനം മറ്റൊരു മുറിയണ്ടി. അതാണ് അവിടുത്തെ മേയർ മംദാനി. നാളെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ വരുമ്പോൾ ഇവിടെയുള്ള തൃശ്ശൂരിലെ ചെന്നായിക്കാട് ഉള്ള ഒരു സംഘം, കമ്മ്യൂണിസ്റ്റ് സംഘം എന്തോ ആകട്ടെ, അവരോടൊന്ന് പറയാണ് ട്രംപിനെ ഇങ്ങോട്ട് കയറ്റരുത് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ആരെങ്കിലും ശ്രദ്ധിക്കുമോ? ആന പോകുമ്പോൾ പട്ടി കുറയ്ക്കുന്ന പോലെ അത്രയുള്ള, ആന തിരിഞ്ഞാലും നോക്കില്ല. ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, മോഹൻ ഭാഗവതിനെ ഞാൻ സ്വീകരിക്കില്ല. മോഹൻ ഭാഗവതിനെ സ്വീകരിക്കാൻ അവിടെ മുമ്പ് പറഞ്ഞ അങ്ങേയറ്റത്തുള്ള ആൾക്കാർ വരെ ഉണ്ടാവും. പക്ഷേ അദ്ദേഹം ഒരു ഭരണഘടനാ സംഘത്തിൻ്റെ തലവനല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്ട് എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ ഭരണാധിപന്മാർ വരില്ലെന്ന് മാത്രം. പക്ഷേ അതെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഞാനെന്ന് പറയുന്ന ഒരു സാധാരണ പ്രജ അവിടെ പോയാലും അവർ നിരീക്ഷിക്കും ആരാണ് ഈ കടന്നു വരുന്നത്. അല്ലാണ്ട് അവരറിയാണ്ടൊന്നും ഒരാൾക്കും അവിടെ കടന്നു ചെല്ലാൻ പറ്റില്ല. നമ്മളുടെ തൃശ്ശൂരിലെ ജയരാജ് വാര്യർ സംഘവും ഒരിക്കൽ അമേരിക്കയിൽ പോയി. അപ്പോൾ ജയരാജ് വാര്യർ എന്തോ ഒരു ആക്ഷൻ മുമ്പിൽ ഒരു സ്ത്രീയോ മറ്റോ ഇരിക്കണ കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഞാൻ തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്കെന്തോ പറയാം, ജയരാജ് വാര്യർ മറുപടി ഒന്നും പറയില്ല, ചീത്ത പറയില്ല, എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, എന്തോ ഇങ്ങനെ പറയില്ല, ഇങ്ങനെ അങ്ങനെ എന്തോ, എനിക്ക് അതിൻ്റെ ആക്ഷൻ അറിയില്ല, ഇങ്ങനെ മറ്റു കാണിക്കുന്നതാണ്. ഈ പെണ്ണ് എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ എന്തോ കാണിക്കും. അത് നല്ല പെണ്ണ് എന്തോ പറഞ്ഞു. ഇത് കണ്ടപ്പോൾ അപ്പുറത്തുള്ളൊരു സ്ത്രീ ഉടനെ തന്നെ പൈലറ്റിനെ ആരും വിളിച്ചു പറഞ്ഞു, അയാൾക്കന്ന് താടി ഉണ്ടായിരുന്നു, ആ താടി വെച്ച ആൾ എന്തോ ആക്ഷൻ കാണിക്കുന്നുണ്ട്.
എനിക്ക് പേടിയാവുന്നു. ഇത് പറഞ്ഞു കഴിയുമ്പോഴേക്കും അവിടെ നിന്നുള്ള സന്ദേശം ന്യൂയോർക്കിൽ പോകുന്നു. ന്യൂയോർക്കിൽ നിന്ന് ഫൈറ്റർ വിമാനങ്ങൾ പറന്നുയരുന്നു. ഈ പോകുന്ന ഇന്ത്യയിൽ നിന്ന് പോയ എയർ ഇന്ത്യയോ ആ സർവീസിൻ്റെ 2 ഭാഗത്ത് 2 ഫൈറ്റർ വിമാനങ്ങൾ. അവിടെ ഇറങ്ങിയ ഉടനെ തന്നെ ജയരാജവാരെ വിളിച്ചു. അവിടെ ചെന്ന് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അവരെ ആവിയേഷൻ ഓയിൽ വളരെ നഷ്ടപ്പെട്ടു മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ വളരെ സോറി, ഞങ്ങളുടെ കുഴപ്പമുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, എന്താ അവിടെ കാണിച്ചത്, അങ്ങനെ പറഞ്ഞു ഇതൊക്കെയാണ് കാണിച്ചതെന്ന്. അപ്പോൾ എന്താ അവിടെ കാര്യങ്ങൾ ചോദ്യം ചെയ്യാനൊക്കെ അറിയാലോ. അവിടെ അവസാനം അത്രയും വലിയ സെക്യൂരിറ്റി അവിടെ. അപ്പോൾ അവിടെ മോഹൻ ഭാഗവത് വെറുതെ അങ്ങോട്ട് ഒരു രസത്തിന് കയറി ചെല്ലില്ലല്ലോ. മോഹൻ ഭാഗവത് ആരാ? ഒരർത്ഥത്തിൽ ഇന്ത്യയെ ഭരിക്കുന്നവരെ ഭരിക്കുന്നയാളാണ്. അങ്ങനെ ഒരാളവിടെ ചെല്ലുമ്പോൾ അതിന് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഇടയിലാണ് ഈ പട്ടി മുറിയണ്ടി അവിടെ നിന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് മറ്റേ കൊച്ചുകുട്ടികൾ ചുണ്ടുകുത്തി വർത്താനം പറഞ്ഞു എന്നൊക്കെ പറയുന്നു. വല്ല കാര്യമുണ്ടോ? മമദാനി, ഇരയുടെ പേര് മുഹമ്മദാനി എന്നാണ് അവൻ്റെ. ഇന്ത്യൻ വംശജനൊക്കെയാണ്. ന്യൂയോർക്കിൽ സർസംഘചാലകൻ മോഹൻ ഭാഗവത്ജി എത്തിയ സമയത്ത് പ്രവാസി സ്ത്രീകൾ ആരതി ഒഴിഞ്ഞിട്ടാണ് സ്വീകരിച്ചത്. ഇനി പോട്ടെ, വേറെ കാര്യം കൂടി പറയാൻ വേണമെങ്കിൽ, അതായത് മോഹൻ ഭാഗവത്ജി അവിടെ എത്തുന്ന സമയത്ത് രാഷ്ട്രീയമായിട്ട് നമുക്ക് എതിർപ്പുണ്ടാകാം. കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാം, കമ്മ്യൂണിസ്റ്റ് സ്ത്രീ ആയിരിക്കാം. അവരെന്ത് ചെയ്യണം? ഒന്നിലോ അവർ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാതിരിക്കണം, അല്ലെങ്കിൽ ഇവിടുന്ന് വരുന്നൊരു സ്ട്രൈക്കിംഗ് പേഴ്സണാലിറ്റി എന്നുള്ളതെനിക്ക് അവർക്കും ആരതി ഒഴിയാം. മോഹൻ ഭാഗവതിൻ്റെ ചിന്തകളോട് താല്പര്യം വെച്ചിട്ടല്ല ചെയ്യുന്നത്. നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാൾ, ഇന്ത്യയിലിപ്പോൾ അപ്പർ ഹാൻഡുള്ള ഒരാൾ. അപ്പം ആയതുകൊണ്ട് തന്നെ അവർ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചു. അവർക്കറിയാം RSSൻ്റെ ശക്തി എന്താണെന്ന്. ആരതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൃദയത്തിൽ നിന്നുള്ള ആത്മചൈതന്യത്തെയാണ് പുറത്തേക്ക് കാണിക്കുന്നത്. അങ്ങനെ അർത്ഥമുണ്ട്. അതിനെയാണ് സമർപ്പിക്കുന്നത്. ഞങ്ങളുടെ ആത്മചൈതന്യത്തെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് വെച്ചാൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു എന്നാണ് അർത്ഥം. അതിൻ്റെ ഇടയിലാണ് ഈ മുറിയണ്ടി മംദാനി മോഹൻ ഭാഗവത്ജിയെ ഞാനിങ്ങനെ ചക്കിലിട്ടാട്ടി ദോശ ഉണ്ടാക്കാം, അല്ല എന്തായാലും പറയാ, ആട്ടുകല്ലിലിട്ട് ആട്ടി ഞാൻ ദോശ ഉണ്ടാക്കി തിന്നുന്ന് ഈ മറ്റേ പറഞ്ഞർത്ഥം. നമുക്ക് അയാളെ വെല്ലുവിളിക്കല്ലേ രസമായിട്ട്. നീ ഒന്നുകൂടി അത് പറഞ്ഞേ. ഒന്നുകൂടി പറയില്ല. അവിടെ വെച്ച് അവസാനിപ്പിച്ചു. ആരെയൊക്കെ കേൾക്കാൻ വേണ്ടി അയാൾ പറഞ്ഞു, ഇയാളുടെ വരവിനെ, മോഹൻ ഭാഗവതിൻ്റെ വരവിനെ ഞാൻ വെൽക്കം ചെയ്യുന്നില്ല, സ്വാഗതം ചെയ്യുന്നില്ല. എന്നാൽ അവിടെ പ്രോഗ്രാം നടക്കുന്ന കാര്യത്തിൽ, ഇത് ന്യൂയോർക്കിലാണ്, മാഡിസൺ സ്ക്വയറിൽ, അവിടെ പ്രോഗ്രാം നടക്കുന്ന കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. പിന്നെ എന്തോന്ന് മേയറാടോ? എടോ, മേയറേക്കാൾ വലിയ ആളുകൾ അവിടെ ഉണ്ട്. താൻ കേട്ടിട്ടുണ്ടോ? ട്രംപ് എന്ന് കേട്ടിട്ടുണ്ടോ? ട്രംപ് ആളുകളെ വർപ്പിക്കും. എടോ, മേയർ മുറിയണ്ടി തന്നേക്കാൾ വലിയവനാടോ ട്രംപ്. അവർക്ക് അറിഞ്ഞുകൊണ്ടാണെടോ മോഹൻ ഭാഗവത് അവിടെ ചെന്നിട്ടുള്ളത്. ഇന്ത്യയുടെ പ്രതിനിധിയായിട്ടാണ് ചെന്നിട്ടുള്ളത്. അതിൽ നീ അവിടെ നിന്നിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് ചന്ദ്രനെ നോക്കിയിട്ട് താഴെ ഒരു കുറുക്കൻ ചന്ദ്രൻ കണ്ടപ്പോൾ ഇങ്ങനെയല്ലേ കുറുക്കൻ്റെ ശബ്ദം? വല്ല കാര്യമുണ്ടോ? ഓഗസ്റ്റ് 29 മാഡിസൺ സ്ക്വയറിൽ RSSൻ്റെ 100ാം വാർഷിക പരിപാടി നടക്കും. ലോകം മുഴുവൻ അത് കാണുകയും ചെയ്യും. അതൊന്ന് റദ്ദാക്ക്. അത് റദ്ദാക്കടാ പയ്യനെ, അതൊന്ന് റദ്ദാക്ക്. നീ 2004 2014 വരെ കണ്ട് മൻമോഹൻ സിംഗ് അല്ല ഇന്ത്യ ഭരിക്കുന്നത്. അദ്ദേഹത്തെ കുറ്റം പറയല്ല, അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം ഒന്ന് വേറെ, പ്രകോപനങ്ങളും എന്തിനായാലും അങ്ങനെ വഴി കൂടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ മാത്രമാണ് അദ്ദേഹം. അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനല്ല. റിസർവ് ബാങ്കിൻ്റെ ഗവർണറായിരുന്നു. അങ്ങനെ ചൈനയുടെ എക്കണോമി വരെ ഇദ്ദേഹത്തോട് ചിലപ്പോൾ കടം ചോദിക്കാറുണ്ട് അവർ, അതിൻ്റെ കണക്കുകൾ. അപ്പം ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റർ, നമ്മളെ പ്രധാനമന്ത്രി തന്നെ. പക്ഷേ രാഷ്ട്രീയം കൈയാളുന്ന കാര്യത്തിൽ അദ്ദേഹം ലോലഹൃദയനായതുകൊണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരൻ അത്ര വരില്ല. അത് സത്യമാണ്. ഇനി അദ്ദേഹത്തിനും അതറിയാം. ആ മോഹൻ സിംഗ് അല്ല അവിടെ വന്നിട്ടുള്ളത്. അതാണ് പറഞ്ഞത്, നിനക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ശ്മശ്രു പറിച്ചെടുക്കുക എന്നുള്ളതല്ല, ഇന്ത്യയുടെ ശരീരത്തിൽ നിന്ന് ശ്മശ്രു പറിച്ചെടുക്കുന്നതിന് തുല്യമാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ശ്മശ്രു പറിച്ചെടുക്കുന്നത്. അതിന് നിനക്ക് കഴിയില്ലടതാറി.
ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു, പിന്നെ ഒന്നും വേണ്ടിയിട്ടില്ല കേട്ടോ. ഇനി എന്തെങ്കിലും 2 വാക്കുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂയോർക്ക് മേയർ എന്ന നീ മോഹൻ ഭാഗവത്ജി അവിടെ വന്ന് തിരിച്ച് ഇന്ത്യയിൽ എത്തുന്നത് വരെ നീ ഏറ്റവും കുറഞ്ഞ വീട്ടു തടങ്കലിലായിരിക്കും. ചിലപ്പോൾ നിന്നെ അകത്തും പിടിച്ചിടും. ഒരു സ്വകാര്യമായിട്ടുള്ള ഇപ്പം അതിനെ പറയുന്നത് സ്വകാര്യ സാംസ്കാരിക പരിപാടി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഏതെങ്കിലും വല്ല സാംസ്കാരിക പരിപാടിയുണ്ട്, നിങ്ങളിൽ ഒരാളെ അല്ലെങ്കിൽ എന്നെ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അതിന് സ്വകാര്യ സാംസ്കാരിക പരിപാടി. അപ്പോഴും അവിടെ ഒരുപാട് ഒബ്സർവേഷൻസ് ഉണ്ട് കേട്ടോ. വെറുതെ ഒരാളെ ഇങ്ങോട്ട് കേട്ടില്ല. തോപ്പിൽ ബാസി ഒരിക്കൽ അമേരിക്കയിൽ പോയപ്പോൾ അവർ കണ്ടുപിടിച്ചു എന്ന്, അവരുടെ ഏതോ വലിയ ലൈബ്രറിയിൽ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അത് കണ്ടുപിടിച്ച് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് വെച്ചിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ ആര് ചെന്നാലും അത് അവരതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു സ്ട്രേഞ്ചേഴ്സ് ബീറ്റ് എന്ന് നമ്മുടെ നാട്ടിൽ പറഞ്ഞ പോലെ എല്ലാം അവർ അവിടെ കണ്ടുവച്ചിട്ടുണ്ടായിരിക്കും അവിടെ. അപ്പം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ അങ്ങനെയുള്ള സാംസ്കാരിക പരിപാടിയെ മതപരമായിട്ട് ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത്തരം കാര്യങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, സാംസ്കാരിക പരിപാടി തടയാൻ ശ്രമിച്ചാൽ അമേരിക്കൻ കോടതി നേരിട്ട് വന്ന് നിന്നെ പൂട്ടുമെടാ മമതേ മറ്റേ മുഹമ്മദ് മമത, ഒരു മമത അവിടെ പൂട്ടപ്പെട്ട് കിടക്കുന്നുണ്ട്. ആരുമില്ല. രാഷ്ട്രീയമായിട്ട് തോൽക്കാം, രാഷ്ട്രീയമായിട്ട് തൃണമൂൽ കോൺഗ്രസ് തോറ്റു, BJP ജയിച്ചു. ഇതിപ്പോൾ അതല്ല ഉണ്ടായത്. അവർ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നത്. സ്വന്തമായിട്ട് പാർട്ടിയുമില്ല, സ്വന്തമായിട്ട് പാർട്ടി ആസ്ഥാനമില്ല എന്നൊരവസരത്തിൽ അപ്പം മമതയുടെ പോലെ വരുമടാ മമതാനി. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. മേയർ കസേര തെറിപ്പിക്കും. ഒരു സ്വകാര്യ സാംസ്കാരിക പരിപാടിയെ മതപരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു എന്ന പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കവിടെ എന്താ സാധനം ഉണ്ടാകുക? ന്യൂയോർക്കിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഇന്ത്യൻ ഡയസ്പോറ ലോബി മൊത്തം മമതാനിക്കെതിരായി മാറും. നമ്മൾ വിചാരിക്കുന്ന പോലെ അമേരിക്കനായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നത്, അമേരിക്കയെ താങ്ങി നടത്തുന്നത് ജൂതന്മാരാണ്. രണ്ടാമത് അമേരിക്കയെ താങ്ങി നടത്തുന്ന കൂട്ടത്തിൽ പല ആൾക്കാരുണ്ട്. അതിൽ കൂട്ടം ആൾക്കാർ വാസ്തവത്തിൽ ഗുജറാത്തികളാണ്. ഈ മറ്റെന്തായാലും അദാനിയും മറ്റിങ്ങരുണ്ടല്ലോ, പക്ഷേ ഇവിടുത്തെ വലിയ 2 പണക്കാർ അംബാനി അദാനി പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള ശേഷിയുള്ള ഇദ്ദേഹം അമിത്ഷാ, അതുപോലെ തന്നെ നരേന്ദ്രമോദി, ഇവരൊക്കെയും അവിടെ അമേരിക്കയുടെ നിലനിൽപ്പിൽ ഇവർക്കൊക്കെയും പല വിധത്തിൽ അവർക്കവിടെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പോൾ ഇവർ ചോദിച്ച പോലെ അവിടുത്തെ ഒരുത്തനാണ് മേയറാണ്. അത് ഇയാളെ ഇഷ്ടമല്ല, ട്രംപിന് ഇഷ്ടമല്ല, അത് വേറെ കാര്യം. അപ്പോൾ ഏതായാലും മേയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു പഞ്ചായത്തിലെ ഇന്ത്യയിൽ അങ്ങേയറ്റത്ത് പ്രസിഡൻ്റാണ്. അത് പിന്നെ വേറെ ഒന്നാണ് പ്രസിഡൻറ്റ്. അപ്പുറം പിന്നെ പ്രധാനമന്ത്രി. ഈ പ്രധാനമന്ത്രി അവിടെ ഇരിക്കുമ്പോൾ ഇവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് എന്ത് സ്ഥാനമുണ്ട്? അത്രയേ ഉള്ളൂ ഈ ന്യൂയോർക്ക് മേയർക്ക്. ഒരു അലങ്കാര വസ്തു. അത് വെച്ചിട്ടാണ് അവൻ ഈ കലക്കുന്നത്. അത് കുറേ ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഞാനൊരു മുസ്ലിമാണ്, ഞാൻ RSന് എതിരാണ്, അത് ബോധിപ്പിക്കാൻ വേണ്ടി അവൻ എന്തോ ഒരു ഊക്ക് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ന്യൂയോർക്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഇന്ത്യൻ ഡയസ്പോറ ലോബി മൊത്തം ഇവനെതിരായിട്ട് മാറും. അത് വോട്ടിംഗ് നടത്തി ഉള്ള സമയത്ത് തന്നെ അവൻ തെറിക്കും. അല്ലെങ്കിൽ രണ്ടാമത് പോരുന്ന അവൻ്റെ ഫണ്ടിങ് പരിപാടി അതിനും വലിയ തിരിച്ചടിയായിട്ട് മാറും. ഡൽഹി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മെൻറ്റർ അഥവാ ഗുരുവാണ് RSS എന്ന് എതിരാളി പോലും സമ്മതിക്കുന്നുണ്ട്. കാരണം എന്താണ്? എന്തൊരു കാര്യം തീരുമാനമാകുമ്പോഴും എന്നോടൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല കേട്ടോ, രഹസ്യമാണ്, പക്ഷെ അത് പരസ്യമാണ്. നാഗപ്പൂർ എന്ത് പറയണു? നാഗപ്പൂർ എന്ന് പറഞ്ഞ വീട്ടിൽ മഹാകാരണവനുണ്ടായിരിക്കും, വല്യമ്മാവൻ. എൻ്റെ വീട്ടിൽ വല്യമ്മാവൻ ഉണ്ടായിരുന്നു. എനിക്ക് 4 വയസ്സുള്ള മരിച്ചു പോയതാ. അങ്ങേർക്ക് താമസിക്കാൻ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. അവിടെ വന്നിട്ട് അവിടെ വന്നിട്ട് ചിലപ്പോൾ അങ്ങേരെ വടിയുണ്ട്, കൊണ്ടിടക്കാൻ വടിയുണ്ട്. എനിക്ക് 4 വയസ്സുള്ള സമയത്ത് അങ്ങേർക്ക് 90 വയസ്സോ മറ്റോ ആയിരുന്നു അത്രേ. ആ വടി കൊണ്ട് 2 കുത്തൽ അവിടെ മതി. ഉടനെ തന്നെ മരുമക്കൾ അവിടെ ഓടി ചെല്ലും. എന്താ അപ്പോഴും മുമ്പിലേക്ക് ചെല്ലില്ല, അതിൻ്റെ മറവിൽ നിന്നിട്ട്. ഇതുപോലെ BJP ഗവൺമെൻറ് എന്ത് തീരുമാനമെടുക്കുമ്പോഴും നാഗപ്പൂരിൻ്റെ കൺസെൻറ്റ് അത് വാങ്ങണം.
ഡൽഹിക്ക് അതിനെ വിട്ടുകൊണ്ട് ഒരു നിലനിൽപ്പില്ല എന്ന് കാര്യം. മെൻറ്റർ ഗുരുവാണ് RSSൻ്റെ ടോപ്പിലുള്ള ഒരാൾ. ഒരു വിദേശ മണ്ണിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയുടെ 100ാം വാർഷികം തടയാൻ ഒരു അമേരിക്കൻ മേയർ ശ്രമിക്കുന്നു എന്ന വാർത്ത ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ വാർത്ത എത്തില്ല. കാരണം ഈ അമേരിക്ക എന്ന് പറയുന്നത് ചൊവ്വയിലുള്ള സ്ഥലമൊന്നുമല്ലല്ലോ. അവിടെ വന്നിട്ടുള്ള അല്പം കൊമ്പമേശയുള്ള നല്ല തടിച്ച് പുരുഷൻ എന്ന് പറയുന്ന ആ ഒരു വസ്തു അതിൻ്റേതായിട്ടുള്ള പൂർണ്ണ രൂപത്തിൽ നിൽക്കുന്ന ഒരാളവിടെ ചെല്ലുമ്പോൾ അതാരാണെന്ന് അറിയാനുള്ള ബുദ്ധിയൊക്കെ അമേരിക്കക്കാർക്കുണ്ട്. പരിപൂർണമായിട്ട് അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണം എന്താണ്, അദ്ദേഹം സംസാരിക്കുന്ന ലാംഗ്വേജിൻ്റെ രീതി എന്താണ്, അതായത് ഇങ്ങനെ നോക്കിയതിൻ്റെ അർത്ഥം എന്താ, ഇങ്ങനെ നോക്കിയതിൻ്റെ അർത്ഥം ഇതൊക്കെ അവർക്കറിയാം. ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരാളെ തടയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഇനി അതിനപ്പുറമൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന മോഹൻ ഭാഗവത്, RSS അദ്ദേഹത്തെ അവഹേളിക്കാൻ ശ്രമിച്ചാലും മതി. ഉടനെ തന്നെ ഇവിടുന്ന് അപ്പോൾ തന്നെ മെസ്സേജ് ചെല്ലും, അദ്ദേഹം അവിടെ ഒരുത്താൻ ഒരു കുറുക്കനെ ഇരുന്ന് അവിടെ കൂക്കി വിളിക്കേണ്ടതെന്ന് പിന്നെ കിട്ടിയിട്ടുണ്ടാവും. ആണ് ഇല്ലാണ്ടായത്. ഡയസ്പോറയുടെ ശക്തി, അമേരിക്കയിലെ ഇന്ത്യൻ ഡയസ്പോറ വെറും വോട്ട് ബാങ്കല്ല, ബിസിനസ് ലോബിയാണത്. അവരുടെ ഹൃദയത്തിലുള്ള സംഘടനയെ തൊട്ടാൽ ന്യൂയോർക്ക് തന്നെ വിലയായിട്ട് തിരിച്ചു കൊടുക്കേണ്ട ഗതികേട് വരും. ഇതുപോലെയാണ് ജൂതന്മാർ. അവിടെ ജൂയിഷ് സംഘമുണ്ട്. നമ്മളെല്ലാം വിചാരിക്കും എന്താ ഈ അമേരിക്കക്കാർ ആ ഗാസ സംഭവം ഉണ്ടായ സമയത്ത് അവരെന്തിനായിരുന്നു ഇടപെടുന്നത്. അവിടെ ഹെൻറി കിസിഞ്ചർ അടക്കം ലോകത്തിലെ തലച്ചോറുള്ള സകല ആൾക്കാരും, ജിം റിവീസ് ഗായകൻ ആരാ, ജൂതനാണ്. കാർൽ മാർക്സ് ആരാ, ജൂതനാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ ആരാ, ജൂതനാണ്. ശിവശ്രീകൾ ഏറ്റവും നല്ല കള്ള് ആരുടെയാ, ഇസ്രായേലികളുടെയാ, ജൂതന്മാരുടെയാ. റോയൽ സല്യൂട്ട് ആരുടെയാ, അവരുടെയാ. എല്ലാം നല്ലതും അവരുടെയാ. അങ്ങനെ ഒരു വംശമാണ് അവർ. ആയതുകൊണ്ട് തന്നെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് ഇസ്രായേൽ എന്ന് പറയാൻ ട്രംപിന് പോലും പറ്റില്ല. അതുപോലെ തന്നെയാണ് അവിടുത്തെ ബിസിനസ് ലോബിയെ, അതിൻ്റെ ഇക്വിലിബ്രിയം അത് കൃത്യതയോടുകൂടി താങ്ങി നിർത്തുന്നത് ഇന്ത്യൻ പ്രത്യേകിച്ചും ഗുജറാത്തികളാണ്. അവരെ ഒറ്റയടിക്ക് അങ്ങനെ തേച്ചുമാച്ച് കളയാനൊന്നും പറ്റൊന്നുമില്ല. അവരുടെ ഹൃദയത്തിലുള്ള സംഘടനയെ തൊട്ടാൽ, അവരുടെ ഹൃദയത്തിലുള്ള RSSനെ തൊട്ടാൽ, അവരുടെ ഹൃദയത്തിലുള്ള രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ തൊട്ടാൽ, ആ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആകത്തുകയായിട്ടുള്ള അതിൻ്റെ അങ്ങേയറ്റത്തിരിക്കുന്ന ഇന്നത്തെ സർസംഘചാലക് മോഹൻ ഭാഗവതിൻ്റെ മുഖത്ത് പോയിട്ടൊന്ന് കണ്ണടിച്ചാൽ മതി, പിന്നെ അവനവിടെ ഇരിക്കില്ല. എന്തു പറയുന്നു? മുമ്പ് പറഞ്ഞ പോലെ ചന്ദ്രനെ കാണുന്ന സമയത്ത് അർദ്ധരാത്രിക്ക് ചില കുറുക്കന്മാർ, ചില പട്ടികൾ മേലോട്ട് നോക്കി കാവൂ കാവൂ എന്നൊക്കെ പറയാറുണ്ട്. ചന്ദ്രൻ്റെ വഴിക്ക് പോയില്ല, പ്രഭ കുറയൊന്നുമില്ല. മേയർ പ്രസാദം നടത്തിയോടെ പാവം മുറിയണ്ടി അവനിത് പറഞ്ഞില്ലേ, അവൻ്റെ കൂട്ടത്തിലുണ്ടാവുമല്ലോ കുറേ മുസ്ലിം ലീഗുകാർ, ഏത് അമേരിക്കൻ മുസ്ലിം ലീഗുകാർ. അപ്പം അവർക്കൊരു സന്തോഷം. അതിനുവേണ്ടി എന്ത് പറയണു, സ്റ്റഡിപടിയായിട്ട് പറഞ്ഞു. അതിന് പ്രത്യേകിച്ച് വികാരമൊന്നും ഉണ്ടാവില്ല. മോഹൻ ഭാഗവത് ഇവിടെ വന്ന് ഞാൻ സ്വീകരിക്കുന്നതല്ല, കഴിഞ്ഞു. പിന്നെ മിണ്ടിയിട്ടുണ്ടോ? പിന്നെ മിണ്ടിയിട്ടില്ല. എന്താ മിണ്ടാത്തെ? മിണ്ടാൻ പറ്റില്ല. അയാൾക്ക് പ്രസ്താവന നടത്താം. അത് മറ്റേത് ചന്ദ്ര സിനിമയിൽ മോഹൻലാൽ നടന്നു പോകുന്ന സമയത്ത് ഇയാളുടെ പേരെന്താണ്, ഇന്നസെൻ്റ് പറയും എന്തൊക്കെ അവിടെ എന്ന് പറയും. മോഹൻലാൽ അങ്ങോട്ട് പോകും. അപ്പോൾ നോക്കണു ആരും നിൽക്കാൻ, പ്രതിഷേധിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്മശ്രു പറഞ്ഞ രോമം എന്ന് പറഞ്ഞ മൈ അതന്നെ അതിൽ തൊടാൻ, അതായത് ഈ പരിപാടിക്കിടയിൽ എന്തെങ്കിലും ഇടങ്കോലിടാൻ, ഭാഗവജിക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാൻ ന്യൂയോർക്ക് മേയർ എന്ന നിലയിൽ പോലും ഈ മുറിയണ്ടി മംദാനിക്ക് കഴിയില്ല. അങ്ങനെയൊക്കെ എന്തെങ്കിലും വായ തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ മമതാനിയായിട്ട് മമത ബംഗാളിലെ മമതയില്ലേ, പിന്നെ വീട്ടിൽ പോയിരിക്കേണ്ടി വരും. ഇതൊന്നും വേറൊരു കാര്യമുണ്ട്. ഈ മമതാനി ബുദ്ധിയില്ലാത്തവനല്ല.
അയാൾ അവിടെ ഇരുന്നിട്ട് അയാളുടെ ഒരു നിലപാട് വ്യക്തമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അയാൾ തന്നെ പറഞ്ഞു തടയാനൊന്നും എനിക്ക് കഴിയില്ല, എൻ്റെ സ്ഥാനത്തിരുന്ന് ഇത്രയും ഒരു മഹാനായിട്ടൊരാൾ തടയാനൊന്നും എനിക്ക് കഴിയും, അയാൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആയതുകൊണ്ട് ഇപ്പം ഞാനിവിടെ ഈ പറയുന്നത് എത്ര ഉറക്കം പറഞ്ഞാൽ അമേരിക്കയിൽ കേൾക്കാൻ പോകുന്നില്ല. ഈ പറയുന്ന ലാംഗ്വേജ് അമേരിക്കക്കാർക്ക് ആരും മനസ്സിലാവില്ല. അവിടെ സ്വാമിയില്ലേ, നമ്മുടെ ബ്രഹ്മാണ്ഡ തീർത്ഥ സ്വാമി കേരളത്തിൽ, അങ്ങനെ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് അവിടെ പോയി പറയാൻ പോകുന്നുള്ളൂ. പക്ഷേ ഇവിടെയുള്ള കുറേ ലീഗോളികളുണ്ട്, ഇവിടെയുള്ള കുറേ മുക്കാലുകളുണ്ട്, ഇവിടെയുള്ള കുറേ ഇളിഭ്യന്മാരുണ്ട്. ഇപ്പം കണ്ടില്ലേ, പള്ളിയിലെ അടിപിടി പൂരം. ലീഗ് ഭരിക്കും കേരളത്തിൽ, ലീഗ് പറയുന്ന നിയമങ്ങൾ, ഇപ്പം ആ നിയമങ്ങൾ അവിടെ കാണുന്നത്. മിണ്ടാട്ടം മുട്ടിയ ഒരാൾ പാണക്കാടിരിക്കുന്നുണ്ട്, എന്താ മിണ്ട് നാണം കെട്ട് മാനം കെട്ട് ചളിഞ്ഞ് പിളിഞ്ഞ് എല്ലാ അർത്ഥത്തിലും 22 സീറ്റും വെച്ച് അധികാരം കിട്ടിയപ്പോൾ കേരള മഹാരാജ്യം മുഴുവൻ അവരെ സ്വന്തമായിട്ട് വിചാരിച്ചേ. അപ്പം അതിനകത്ത് ഇയാളെ അവിടെ പുറത്താക്കുന്നു, അയാളെ ഇവിടെ പുറത്താക്കുന്നു, ഇവർ അവിടെ പുറത്താക്കുന്നു, അവരിവിടെ പുറത്താക്കുന്നു. ഈ ഉമർ ഫൈസി നിസ്സാരക്കാരനല്ല, പുറത്താക്കി നോക്കപ്പോൾ കാണാം. നമ്മളൊക്കെ കാത്തിരിക്കുക കൈയടിച്ച് രസിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കുറേ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ജയ് ശ്രീറാം. നമസ്കാരം.